ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ മെയിൻ്റനൻസിന് ശേഷം ഗെയിം ഓപ്പൺ ആക്കിയ ഫ്രീ ടു പ്ലേ യൂസേഴ്സിന് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ പറയാം, നമ്മുടെ കൊണാമി നമുക്കായിട്ട് 8th ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് തന്നേക്കുന്ന ഈ ഒരു പാക്ക് എന്ന് പറയുമ്പോൾ കൺഫേം ആയിട്ട് നമുക്കൊരു എപ്പിക്കിന് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് 30ഓളം ഫ്രീ സ്പിന്ന് കിട്ടുന്നതാണ്. ഈ ഒരു പാക്കിൽ നമുക്ക് 300ഓളം പ്ലേയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ലെക്ക് അനുസരിച്ചിട്ട് നമ്മുടെ സ്കോഡിലേക്ക് അത്യാവശ്യം ബെസ്റ്റ് ആയിട്ടുള്ള ഡബിൾ ബൂസ്റ്റർ കാർഡുകൾ ലഭിക്കും എന്നുള്ളതാണ്. ഗൈസ്, നിങ്ങൾ അതുപോലെ ഫ്രീ ടു പ്ലേ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണിച്ചേക്കുന്ന 15K റേഞ്ചുള്ള 2 ബീസ്റ്റ് അക്കൗണ്ടുകൾ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. അതിനായിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വിസിറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. സോ ഈ ഒരു പാക്കിൽ നമുക്ക് ഫ്രീ സ്പിന്നും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് കിട്ടാനായിട്ട് നിങ്ങൾ ഡെയിലി ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് 30ഓളം ട്രൈ കിട്ടുന്നതാണ്. 21ാമത്തെ ഫ്രീ സ്പിന്നിന് ശേഷം നമുക്കൊരു സെലക്ഷൻ കോൺട്രാക്ട് കൺഫേം ആയിട്ട് കിട്ടുന്നതാണ്. ആ ഒരു സെലക്ഷൻ കോൺട്രാക്ട് വഴി ഈ ഒരു 8 ഡബിൾ ബൂസ്റ്റർ കാർഡുകളിൽ നിന്നും ഒരു കാർഡ് നമുക്ക് കൺഫേം ആയിട്ട് എടുക്കാവുന്നതാണ്. സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പാക്കിനെ പറ്റിയാണ് ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. യെസ്, നമ്മളിവിടെ ഈ ഒരു പാക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 300ഓളം കാർഡുകളുള്ള ഒരു പാക്കാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. നോർമലായി കൊണാമി തരുന്ന എപ്പിക് പാക്കിൽ നമുക്ക് 150ഓളം പ്ലേയേഴ്സ് ഉണ്ടാവും. അതിൽ 3 എപ്പിക്കാണ് ഉണ്ടാവുക. സോ ഈ ഒരു പാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 300ഓളം കാർഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് 8ഓളം എപ്പിക് കാർഡുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കിൽ നിന്നും നമുക്കൊരു 30ഓളം ട്രൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ സ്പിന്നിൽ തന്നെ ഒരു എപ്പിക്കെങ്കിലും കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കി ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. സോ ഈ ഒരു പാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 8ഓളം ഡബിൾ ബൂസ്റ്റർ കാർഡുകൾ അവൈലബിൾ ആണ്. ഇതിൽ ഏറ്റവും ഹൈപ്പായിട്ട് കിടക്കുന്ന 2 കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ 2 CF കാർഡുകളാണ്. ഒന്ന് നമ്മുടെ ബാറ്റിസ്റ്റൂട്ടയുടെ ഈ ഒരു കാർഡ്, ആളൊരു ഗോൾ പോച്ചറാണ്. രണ്ടാമത്തെ കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈക്കിൾ ഓവന്റെ ഈ ഒരു കാർഡാണ്. ആൾ നമ്മുടെ ഗോൾ പോച്ചർ തന്നെയാണ്. അത്യാവശ്യം നല്ല സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ വരുന്ന കൊണാമിയുടെ പ്രീമിയം കാർഡ് തന്നെയാണ് നമ്മുടെ മൈക്കിൾ ഓവന്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൊസിഷനിൽ നല്ല നല്ല കാർഡുകൾ തന്നേക്കുന്ന ഒരു പാക്ക് തന്നെയാണിത്. ഈ ഒരു പാക്കിൽ നമുക്ക് CF കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ RBയിൽ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു കാർഡ് ഉണ്ട്, പിന്നെ 2 AMF കാർഡ് ഉണ്ട്, വിങ്ങിൽ കളിപ്പിക്കാൻ പറ്റുന്ന കാർഡുകളുണ്ട്, പിന്നെ ഒരു ഗോൾ കീപ്പർ വരുന്നുണ്ട്, CB വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാ പൊസിഷനിലും പറ്റുന്ന കാർഡുകൾ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ക്വാഡിനെ നിങ്ങൾ വിലയിരുത്തുക. നിങ്ങളുടെ സ്ക്വാഡിലേക്ക് അത്യാവശ്യമായിട്ട് ഏത് കാർഡാണോ വേണ്ടത് ആ ഒരു കാർഡ് തന്നെ നിങ്ങൾ പരിഗണിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വെറുതെ ഓവർ ഹൈപ്പായിട്ട് കിടക്കുന്ന കാർഡുകൾ എടുക്കാതെ നിങ്ങളുടെ സ്ക്വാഡിനെ ബാലൻസ്ഡ് ആക്കാൻ പറ്റുന്ന കാർഡ് തന്നെ എടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ എടുക്കുന്ന ടൈമിൽ നമ്മൾ വേറൊരു കാര്യം കൂടി കൺസിഡർ ചെയ്യണം. നമ്മുടെ ഡെയിലി ഗെയിമിലും ഒരുപാട് കാർഡുകൾ അവൈലബിൾ ആണ്. ഇതിൽ എപ്പിക് കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടോണി ആഡംസിന്റെ ഒരു ഡിസ്ട്രോയർ കാർഡ് ഉണ്ട്. അതുപോലെ തന്നെ ഗോൾ കീപ്പറുടെ കാര്യത്തിലും ഒരു ഗോൾ കീപ്പർ വരുന്നുണ്ട്, 2 CMF വരുന്നുണ്ട്, ഒരു DMF വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് പൊസിഷനിലേക്ക് കളിപ്പിക്കാൻ പറ്റുന്ന കാർഡ് നമുക്ക് ഷുവറായിട്ടും ഡെയിലി ഗെയിമിൽ നിന്നും കിട്ടും എന്നുള്ളതാണ്. സോ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്യണം. നിലവിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും 1-2 ആഴ്ച കൊണ്ട് ഷുവറായിട്ട് കിട്ടാൻ പോകുന്ന കാർഡുകൾ തന്നെയായിരിക്കും ഈ പറയുന്ന ഡെയിലി ഗെയിമിലുള്ളത്. സോ നിങ്ങൾ നിങ്ങളുടെ സ്ക്വാഡിനെ വിലയിരുത്തുന്ന ടൈമിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടാൻ പോകുന്ന കാർഡുകൾ കൂടി ഫ്രീ ടു പ്ലേ സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. കൊണാമിയുടെ ഭാഗത്തുനിന്നും ഇതുപോലെ ഫ്രീ കാർഡുകൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ ഹൈപ്പിന്റെ പിറകെ പോയി നിങ്ങളുടെ സ്ക്വാഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന CF കാർഡുകളുണ്ട്, നിങ്ങൾക്ക് മിഡിലും അതുപോലെ തന്നെ ഡിഫൻസീവ് ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സും ഒട്ടും തന്നെ നിങ്ങളുടെ സ്ക്വാഡിലേക്ക് ഇല്ല. എന്നിട്ട് പോലും നിങ്ങൾ മൈക്കിൾ ഓവന്റെയും അതുപോലെ തന്നെ ബാറ്റിസ്റ്റൂട്ടയുടെ ഒക്കെ ഈ ഒരു കാർഡുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫ്രീ ടു പ്ലേ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരായി പോകും. നിങ്ങൾ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്ക്വാഡിനെ ബാലൻസ്ഡ് ആക്കാൻ തന്നെയാണ്. സോ നിങ്ങൾ ഡെയിലി ഗെയിമും അതുപോലെ തന്നെ നിങ്ങളുടെ കറന്റ് സ്ക്വാഡും വിലയിരുത്തിയതിന് ശേഷം മാത്രം ഈ ഒരു സ്ക്വാഡിൽ നിന്നും ആരെ പിക്ക് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു തീരുമാനം കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും ഈ ഒരു പാക്കിൽ ഡൗട്ട് ഉണ്ടാകാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് CF കാർഡാണ് നിങ്ങളുടെ സ്ക്വാഡിലേക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 2 CF കാർഡുകൾ അവൈലബിൾ ആണ്. ഒന്ന് നമ്മുടെ മൈക്കിൾ ഓവനും അതുപോലെ തന്നെ നമ്മുടെ ബാറ്റിസ്റ്റൂട്ടയും. ഈ 2 കാർഡുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അത്യാവശ്യം ഫിസിക്കലായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാറ്റിസ്റ്റൂട്ടയിലേക്ക് പോകാം. അല്ലാത്ത പക്ഷം നല്ല രീതിയിൽ പേസ് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു പ്ലെയറെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവനിലേക്ക് പോകാം എന്നുള്ളതാണ്. ആൾക്ക് നല്ല രീതിയിൽ ഡ്രിബ്ലിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പ്ലെയർ ആണ്. സോ നിങ്ങൾക്ക് ആ രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഗോൾ പോച്ചറയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവനിലേക്ക് പോകാം. അല്ലാത്ത പക്ഷം നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരു ഗോൾ പോച്ചറയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാറ്റിസ്റ്റൂട്ടയിലേക്ക് പോകാമെന്നുള്ളതാണ്. പിന്നീട് ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ AMFന്റെ കാര്യത്തിൽ. നമുക്ക് AMFൽ നമ്മുടെ ബെർക്കാമിന്റെ ഈ ഒരു കാർഡ് അവൈലബിൾ ആണ്. ആളൊരു ഹോൾ പ്ലെയർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ നെക്കാട്ടയുടെ ഈ ഒരു AMF കാർഡും അവൈലബിൾ ആണ്. ആളും ഹോൾ പ്ലെയർ ആണെന്നുള്ളതാണ്. ഈ ഒരു കാർഡിന്റെ സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആൾക്ക് നല്ല രീതിയിൽ ഡ്രിബ്ലിംഗ് ക്വാളിറ്റിയും അതുപോലെ തന്നെ പാസിംഗ് ക്വാളിറ്റിയൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആളൊരു സൂപ്പർ സബ് ആണെന്നുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റാറ്റും അതുപോലെ തന്നെ സ്കില്ലും കാര്യങ്ങളൊക്കെ വരുന്ന പ്ലെയർ തന്നെയാണ്. പിന്നീട് നമ്മുടെ ബെർക്കാമിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ നമ്മുടെ ഗെയിമിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഒരു കാർഡാണ്. ഗെയിം ചേഞ്ചിങ് പാസ് എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യൽ സ്കില്ലും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കാർഡ് തന്നെയാണ്. പക്ഷേങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊണാമിയെ സംബന്ധിച്ചിടത്തോളം കൊണാമി പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാർഡുകൾ ഫ്രീ ട്രയൽ തന്നെ കിട്ടാൻ പോകുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതുപോലെ സെലക്ഷൻ
കോൺട്രാക്ട് യൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാക്കിലാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാർഡിന് അത്രത്തോളം പവറും കാര്യങ്ങളൊന്നും നമ്മുടെ കൊണാമി കൊടുക്കാറില്ല എന്നുള്ളതാണ്. വളരെ റെയർ ആയിട്ടാണ് നമ്മുടെ കോസ്റ്റക്കുട്ടിയുടെ ആ ഒരു സിംഗിൾ ബൂസ്റ്റർ കാർഡിനൊക്കെ തന്നേക്കുന്ന ആ ഒരു പവറും കാര്യങ്ങളൊക്കെ കൊണാമി ഫ്രീ കാർഡുകൾക്ക് കൊടുക്കുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹോൾ പ്ലെയറുടെ കാര്യത്തിൽ ഈ ഒരു കാർഡിന് സ്പെഷ്യൽ സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ചോയ്സിൽ നമ്മുടെ നക്കാട്ടയുടെ ഈ ഒരു കാർഡ് തന്നെയാണ് എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. നിങ്ങൾ ഇതിൽ ഏത് കാർഡാണ് AMFലേക്ക് പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീടുള്ള പ്ലേസിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു CB കാർഡാണ് അല്ലെങ്കിൽ ഡിസ്ട്രോയർ കാർഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് വാൻബീഡൻ്റെ ഈ ഒരു കാർഡിലേക്ക് പോകാം. ഈ ഒരു കാർഡിൻ്റെ ആകെ ഒരു നെഗറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് അല്പം കുറവ് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന ഡീസൻറ്റ് കാർഡ് തന്നെയാണ്. ഈ ഒരു കാർഡിൻ്റെ സിംഗിൾ ബൂസ്റ്റർ കാർഡും ഇതുപോലെ ഫ്രീ പാക്കിൽ കൊണാമി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാർഡൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ഗെയിമിലും ഒരു ഡിസ്ട്രോയർ CB കാർഡ് നമുക്ക് കിട്ടുന്നതാണ്. സോ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് മാത്രം ഈ ഒരു കാർഡിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിങ് കളിക്കുന്ന യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു റോമിംഗ് ഫ്ലാങ്ക് കാർഡ് നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രിബിളിംഗ് ക്വാളിറ്റിയും അതുപോലെ തന്നെ സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കാർഡ് തന്നെയാണ്. സോ നിങ്ങൾ വിങ് കളിക്കുന്ന യൂസർ ആണ്, നിങ്ങൾക്ക് വിങ്ങിലേക്ക് കളിപ്പിക്കാൻ പറ്റുന്ന പ്ലേസ് ഒന്നും നിങ്ങളുടെ സ്ക്വാഡിലേക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡിലേക്ക് പോകാം. ആളുടെ പ്ലേയിങ് സ്റ്റൈലിനെ സംബന്ധിച്ചിടത്തോളം റോമിംഗ് ഫ്ലാങ്ക് ആണ്. നിങ്ങൾക്ക് ക്രോസ് ഇട്ട് കളിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡിലേക്ക് പോകണമെന്നില്ല. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് കട്ട് ഇൻസൈഡ് ചെയ്ത് ആ ഒരു ഡി ഏരിയയുടെ ഭാഗത്ത് നിന്നും ഗോൾ സ്കോറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാർഡാണ്. നിങ്ങളുടെ ഒരു ഗെയിം പ്ലേക്ക് പറ്റിയേക്കുന്ന ഒരു കാർഡാണ് അല്ലെങ്കിൽ പ്ലേയിങ് സ്റ്റൈലാണ് ഈ ഒരു റോമിംഗ് ഫ്ലാങ്ക് എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു കാർഡിലേക്ക് പോയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓടോടെ ഈ ഒരു കാർഡാണ്. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആണ്. ആൾക്കൊരു സ്പെഷ്യൽ സ്കിൽ വരുന്നുണ്ട് തോന്നുന്നു. യെസ്, എഡ്ജഡ് ക്രോസിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യൽ സ്കില്ലും കാര്യങ്ങളൊക്കെ വരുന്ന കാർഡ് തന്നെയാണ്. ആളുടെ പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾ ക്രോസ് ഇട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാർഡിലേക്ക് പോകേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ സ്ക്വാഡിൽ കഫൂടെയും അതുപോലെ തന്നെ നമ്മുടെ കാർലോസിൻ്റെ ഒക്കെ അറ്റാക്കിംഗ് ഫുൾ ബാക്കുകൾ മുന്നേ ഫ്രീ കിട്ടിയത് അവൈലബിൾ ആയിരിക്കും. ആ ഒരു കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു കാർഡിലേക്ക് പോകേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓൾറെഡി ഫ്രീ സ്പിന്നിൽ ഇതിലേതെങ്കിലും കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു കാർഡ് മാത്രമാണ്, നമ്മുടെ അബയാറ്റിയുടെ ഈ ഒരു കാർഡാണ്. ഈ ഒരു കാർഡിനെ സംബന്ധിച്ചിടത്തോളം ആളൊരു അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ്. അറ്റാക്കിംഗ് ഗോൾ കീപ്പർ എന്ന് പറയുന്നത് ഗെയിമിൽ വളരെ റെയർ ആയിട്ട് വരുന്ന കാർഡ് തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മുടെ ഈ ഡെയിലി ഗെയിമിൽ ഒരു ഗോൾ കീപ്പർ അവൈലബിൾ ആണ്. അതും ഡബിൾ ബൂസ്റ്റർ കാർഡ് തന്നെയാണ്. ആ ഒരു കാർഡും അതുപോലെ തന്നെ മുന്നേ ഫ്രീ ട്രയൽ വന്നേക്കുന്ന നമ്മുടെ സീമന്റെ കാർഡൊക്കെ നിങ്ങളുടെ സ്ക്വാഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കളിപ്പിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കൊണാമിയുടെ പുതിയ അപ്ഡേഷൻ പ്രകാരം നമ്മുടെ ഗോൾ കീപ്പേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 8 കാർഡുകളിൽ നിന്നും ഞാൻ ഒരിക്കലും നമ്മുടെ ഗോൾ കീപ്പറുടെ കാർഡ് എടുക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ഫ്രീ ടു പ്ലേ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ക്വാഡിൽ ഇതുപോലെ ഡബിൾ ബൂസ്റ്റർ കാർഡുകളൊന്നും കൂടുതലായിട്ട് ഉണ്ടെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ കൊണാമി വളരെ റെയർ ആയിട്ട് കൊണ്ടുവന്നേക്കുന്ന ഇതുപോലുള്ള പാക്കിൽ നിന്നും നിങ്ങൾ ഒരു കാരണവശാലും AI കൺട്രോൾ ചെയ്യുന്ന ഒരു ഗോൾ കീപ്പറെ നിങ്ങളുടെ സ്ക്വാഡിലേക്ക് എത്തിക്കണം ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഈ ഒരു പാക്കിൽ നിന്നും നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ സ്കിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ കളിപ്പിക്കാൻ പറ്റുന്ന പൊസിഷനിലുള്ള പ്ലേയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പർ ഒരിക്കലും നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവരെ AI തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ നിങ്ങൾ നമ്മുടെ ഡെയിലി ഗെയിമിൽ നിന്നും വരുന്ന ആ ഒരു ഗോൾ കീപ്പർ തന്നെ നിങ്ങളുടെ പ്ലേയിങ് ലെവലിലേക്ക് ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം 3 പ്ലേയേഴ്സിനാണ് ഈ ഒരു പാക്കിൽ നിന്നും എടുക്കേണ്ടതെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതിലൊന്നാണ് നമ്മുടെ ഗോൾ കീപ്പറുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. പിന്നീട് ഒരു കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ RBയിൽ കളിപ്പിക്കാൻ പറ്റുന്ന ഈ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആയിട്ടുള്ള ഈ ഒരു കാർഡും അതുപോലെ തന്നെ നമ്മുടെ ബെർക്കാമിൻ്റെ ഈ ഒരു കാർഡും എന്നുള്ളതാണ്. ഈ 2 കാർഡുകൾ കൂടി ഞാൻ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ റീസൺ തന്നെയാണ്. നമ്മുടെ കൊണാമി ഫ്രീ ആയിട്ട് വരുന്ന ഒരു പാക്കിൽ ഒരു കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ ഒരു കാർഡ് നല്ല രീതിയിൽ ഗെയിമിൽ പെർഫോം ചെയ്യാനുള്ള ഒരു ചാൻസ് വളരെ റെയർ ആണ്. അല്ലാത്ത പക്ഷം ആ ഒരു കാർഡ് നമ്മുടെ കോസ്റ്റക്കുട്ടിയുടെ സിംഗിൾ ബൂസ്റ്റർ കാർഡ് പോലുള്ളൊരു കാർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. സോ നിങ്ങൾ നിങ്ങളുടെ സ്ക്വാഡിനെ വിലയിരുത്തി ഈ ഒരു 3 കാർഡുകൾ നോക്കി കണ്ടും മാത്രം എടുത്താൽ മതി എന്നുള്ളതാണ്. ബാക്കിയുള്ള 5 കാർഡുകൾ ഏത് കാർഡ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ ഗൈസ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.